ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1+2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1+2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1+2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1+2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. ഹായ്, വെൽക്കം ടു സ്പാർക്ക് ബോധി. സോ നമ്മളിന്ന് കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റേഴ്സിൽ ഒന്നാണ് തെർമോഡൈനാമിക്സ്. സോ കൂടുതലും മുഖവുരകളൊന്നുമില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, സോ എന്താണ് തെർമോഡൈനാമിക്സ്? വാട്ട് ഈസ് മെൻ ബൈ തെർമോഡൈനാമിക്സ്? തെർമോ നിങ്ങൾക്കറിയാം, തെർമോ means heat and dynamics means flow. ഹീറ്റിൻ്റെ ഫ്ലോയെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ശാസ്ത്രശാഖയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതിനൊരു ഡെഫിനിഷനൊക്കെ ആണെങ്കിലും ശരിക്കും തെർമോഡൈനാമിക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് തെർമോഡൈനാമിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി തെർമോഡൈനാമിക്സ് ഹെൽപ്പ് us ടു പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, തെർമോഡൈനാമിക്സ് ഒരു റിയാക്ഷൻ്റെ ഫീസിബിലിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ, ഒരു റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ആര്? തെർമോഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ. സോ തെർമോഡൈനാമിക്സിന് ചില ടേംസ് ഒക്കെ ഉണ്ട്, കുഞ്ഞു ചില കാര്യങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ ടേംസ് തെർമോഡൈനാമിക്സിൻ്റെ. സോ അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് സിസ്റ്റം. ആരാണ്? സിസ്റ്റം. ദെൻ സറൗണ്ടിങ്സ്, ദെൻ യൂണിവേഴ്സ്. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, എന്താണ് യൂണിവേഴ്സ്? സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു ചായ ഗ്ലാസ് ആണ് അല്ലേ? ഈ ചായ ഗ്ലാസ്സിനകത്ത് എന്തുണ്ട്? ചായയുണ്ട്. ഓക്കെ, ഈ ചായയുടെ ടെമ്പറേച്ചർ നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ വോളിയം നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, സോ വി ആർ സ്റ്റഡിയിങ് അബൌട്ട് ദ ടീ ഇൻസൈഡ്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ആ ചായയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ സിസ്റ്റം ഈസ് എനിത്തിങ് വിച്ച് ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓർ വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി. പഠനത്തിന് വിധേയമാക്കിയത് എന്താണോ അതാണ് സിസ്റ്റം. ഓക്കെ, സോ ഈ സിസ്റ്റം ഒഴിച്ച് ബാക്കി ഇതിൻ്റെ ചുറ്റും കാണുന്നതെല്ലാം എന്താണ്? സറൗണ്ടിങ്സ് ആണ്. എനിത്തിങ് അതർ ദാൻ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. സോ നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണോ അതാണ് സിസ്റ്റം, സിസ്റ്റത്തിന് ചുറ്റുമുള്ളത് എന്താണോ അതാണ് സറൗണ്ടിങ്സ്. ഇനി ഈ സിസ്റ്റവും ഈ സറൗണ്ടിങ്സും കൂടി ചേർന്നാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് യൂണിവേഴ്സ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ തെർമോഡൈനാമിക്സ് ഹെൽപ്പ് us ടു പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ. ആൻഡ് തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഈസ് അണ്ടർ കൺസിഡറേഷൻ ആണ്. തെർമോഡൈനാമിക് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അതർ ദാൻ സിസ്റ്റം ആണ്. സിസ്റ്റവും സറൗണ്ടിങ്സും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് യു സി, ഇത് സറൗണ്ടിങ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇത് സിസ്റ്റം ആണെന്നും പറഞ്ഞു. ഈ സിസ്റ്റത്തെയും ഈ സറൗണ്ടിങ്സിനെയും കൂടെ വേർതിരിക്കുന്ന ഈ സാധനം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾ അല്ലെങ്കിൽ ബൗണ്ടറി. എന്താണ്? ബൗണ്ടറി. വോൾ അല്ലെങ്കിൽ ബൗണ്ടറി. ഓക്കെ, എന്താണ് വോൾ അല്ലെങ്കിൽ ബൗണ്ടറി? വോൾ അല്ലെങ്കിൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് സെപ്പറേറ്റ്സ് സിസ്റ്റം ഫ്രം സറൗണ്ടിങ്സ്. ഓക്കെ, സിസ്റ്റത്തെ സറൗണ്ടിങ്സിനെ കൂടെ ഡിവൈഡ് ചെയ്യുന്നയാളാണ് ബൗണ്ടറി. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തെർമോഡൈനാമിക് സിസ്റ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു തുറന്നു വെച്ച ചായ ഗ്ലാസ് ഉണ്ട്. തുറന്നു വെച്ച ചായ ഗ്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കാണാം എന്ത് പോകുന്നുണ്ട്? നീരാവി പോകുന്നുണ്ട്. എന്ത് പോകുന്നുണ്ട്? നീരാവി പോകുന്നുണ്ട്. ഒബ്വിയസ്ലി ഇത് കൂടാണ്ട് ഈ ചായ ഗ്ലാസ്സിൽ നിന്ന് എന്തും ട്രാൻസ്ഫർ ആവുന്നുണ്ടാവും? ഹീറ്റും ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്രകാരം സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ്
മാസും അല്ലെങ്കിൽ മാറ്ററും ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റങ്ങളെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഓപ്പൺ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം ട്രാൻസ്ഫർ ബോത്ത് ഹീറ്റ് ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റും മാറ്ററും ട്രാൻസ്ഫർ ചെയ്യും. നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഒരു അടച്ചു വെച്ചിട്ടുണ്ട് സെക്കൻഡ് സിസ്റ്റത്തെ, അല്ലേ? സോ ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് എന്ത് ട്രാൻസ്ഫർ ആവുന്നില്ല? നേരത്തെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരുന്ന മാറ്റർ അല്ലെങ്കിൽ നീരാവി പുറത്തോട്ട് എത്തുന്നില്ല. പക്ഷെ ഒരു ചെറിയ അടപ്പ് വെച്ച് അടച്ചതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവാതിരിക്കുമോ? ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, പക്ഷെ മാറ്റർ ട്രാൻസ്ഫർ ആവുന്നില്ല. ഇത്തരത്തിലൊരു സിസ്റ്റം വിച്ച് ട്രാൻസ്ഫർ ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ്സ് ബട്ട് നോട്ട് മാറ്റർ ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. അത്തരത്തിലൊരു സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കും? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തെർമൽ ഫ്ലാസ്ക് ആണ്. സോ തെർമൽ ഫ്ലാസ്കിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ഹീറ്റ് പുറത്തോട്ട് വരുന്നുണ്ടോ ഫ്ലാസ്കിൽ നിന്ന്? ഇല്ല. മാറ്റർ പുറത്തോട്ട് വരുന്നുണ്ടാവോ ഫ്ലാസ്കിൽ നിന്ന് മാറ്റർ വെളിയിൽ വരുമോ? ഇല്ല. സോ ഈ ഫ്ലാസ്ക് ഈസ് നോട്ട് ട്രാൻസ്ഫറിങ് എനി ഹീറ്റ് ഓർ എനി മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്തരത്തിലൊരു സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കും? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെ ഈ സിസ്റ്റങ്ങളുടെ 3 തരം സിസ്റ്റങ്ങൾ നമ്മൾ കണ്ടു. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. 3 മനസ്സിലായോ? 3 മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ മനസ്സിലായി എന്നൊന്ന് എഴുതിയിട്ടേ. 3 എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എല്ലാ തരം സിസ്റ്റങ്ങളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു തംസപ്പ് കാണിച്ചാലും മതി. ഓക്കെ, സോ 3 തരം സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, സിസ്റ്റങ്ങളുടെ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഒരു സിസ്റ്റത്തിന്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്റ്റേറ്റ് ഫംഗ്ഷൻസിനെ മനസ്സിലാക്കാനായിട്ട്, സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആർ ദോസ് ഫംഗ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് ദ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. സോ ഇനിഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ഫംഗ്ഷൻസിനെ മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ ഇവിടെ നിങ്ങൾ റൂം ടെമ്പറേച്ചറുള്ള ഒരു പാത്രം വെള്ളത്തെ നിങ്ങൾ ആദ്യം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യിക്കുന്നു. അതേ വെള്ളത്തിനെ നിങ്ങൾ പിന്നീട് വിറകടുപ്പിൽ വെച്ചിട്ടും ബോയിൽ ചെയ്യിക്കുന്നു. സോ നിങ്ങൾക്കറിയാം, വിറകടുപ്പിൽ വെച്ച് നിങ്ങൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് സമയം കുറച്ച് നേരം കൂടുതൽ എടുക്കും, അല്ലെ? ചിലപ്പോൾ ഒരു ½ ആൻ അവർ ഒക്കെ എടുത്തു എന്ന് വരും. എന്തിനാ? ചൂടാവാൻ. അതേസമയം ഗ്യാസിൽ ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്ത് കിട്ടും. പക്ഷേ ½ ആൻ അവർ കൊണ്ട് വിറകടുപ്പ് വെച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുവോ? 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുവോ? ഇല്ലല്ലോ, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കില്ലേ? അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ട് ബോയിലിംഗ് ടെമ്പറേച്ചർ കുറയോ? ഇല്ലല്ലോ, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കില്ലേ? സോ എതുവഴി പോയാലും ബോയിലിംഗ് വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി പാത്ത് ത്രൂ വിച്ച് വി ട്രാവൽഡ്. നമ്മൾ എതുവഴി ബോയിൽ ചെയ്യിച്ചു എന്നതിന് അതിന് പ്രയോറിറ്റി ഇല്ല. അതിന് എന്താണ് പ്രയോറിറ്റി? ബോയിൽ ചെയ്തോ ഇല്ലോ? ബോയിൽ ചെയ്താൽ 100 ഡിഗ്രി സെൽഷ്യസ്, ബോയിൽ ചെയ്തില്ലേ താഴത്തെ ഏതെങ്കിലും 1 ഡിഗ്രി സെൽഷ്യസ്. സോ അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. സോ ടെമ്പറേച്ചർ ഈസ് ആൻ എക്സാമ്പിൾ, ദെൻ പ്രഷർ, എൻതാൽപ്പി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. അടുത്തതാണ് പാത്ത് ഫംഗ്ഷൻസ്. എന്താണ് പാത്ത് ഫംഗ്ഷൻസ്? സോ ആസ് ദ നെയിം സജറ്റ്സ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് പാത്ത് ഫംഗ്ഷൻസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ 2 മനുഷ്യന്മാരുണ്ട്. 2 പേരും ചാക്ക് ചുമന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിക്കുകയാണ്. എവിടുന്നാണ്? ഗ്രൗണ്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിക്കുന്നു. 2 പേരും ചാക്ക് ചുമന്ന് ഗ്രൗണ്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിക്കുന്നു. ഒരാള് സ്വന്തം തലച്ചുമടായിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിക്കുന്നത്. മറ്റേയാളോ ഒരു പുള്ളിയുടെ സഹായത്തോടു കൂടിയാണ് ഗ്രൗണ്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിക്കുന്നത്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ആരാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ പോണത്? ജോലി ആരാണ് കൂടുതൽ എടുക്കുക? ആരെടുക്കും? ഒന്നാമത്തെ ആൾ എടുക്കുവോ? രണ്ടാമത്തെ ആൾ എടുക്കുവോ? ഒബ്വിയസ്ലി ഒന്നാമത്തെ ആളല്ലേ? തലച്ചുമടായിട്ട് ഈ ചാക്ക് എടുത്തിട്ട് പോകുന്ന ആളായിരിക്കും വർക്ക് കൂടുതൽ എടുക്കുക. പക്ഷെ 2 പേരും ചെയ്ത വർക്ക് സെയിം അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് ചാക്കിനെ എത്തിക്കുക എന്നുള്ള വർക്കാണ് അവർ 2 പേരും ചെയ്തത്. പക്ഷേ വർക്കിന്റെ എമൗണ്ട് ആര് കൂടുതൽ ചെയ്തു? 1 കൂടുതൽ ചെയ്തു. സോ വർക്ക് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ത്രൂ വിച്ച്
യു ട്രാവൽഡ്. നിങ്ങൾ ഏത് വഴിയാണ് ട്രാവൽ ചെയ്തത് എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അത്തരത്തിൽ ട്രാവൽ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ. ആൻഡ് തെർമോഡൈനാമിക്സിലെ ഏറ്റവും ഫേമസ് പാത്ത് ഫംഗ്ഷൻസ് ആണ് വർക്കും ഹീറ്റും. ഓക്കെ, സോ പാത്ത് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് മക്കളെ? വർക്ക് ആൻഡ് ഹീറ്റ്. പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനും മനസ്സിലായില്ലേ? ഓക്കെ, ഗുഡ്. അടുത്തത് നെക്സ്റ്റ് ഇത് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ, ഒരുപാട് വട്ടം പല രീതിയിൽ. അതായത് ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഗീവ് വൺ എക്സാമ്പിൾ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ കുറേ എന്താ പറയുക വേരിയബിൾസ് തരും, എന്നിട്ട് അതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഏതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മക്കളെ. സോ അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞിരിക്കണം എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ പൊക്കത്തോട്ട് ഒരു ചേച്ചി ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുവാണ് അല്ലേ. സോ ആ ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ബക്കറ്റ് വെള്ളം സ്വീകരിക്കുകയാണ്. പക്ഷെ അതൊരു തണുത്ത വെള്ളം ആയതുകൊണ്ടാണ് ചേട്ടൻ അത്ര സന്തോഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ആ തണുത്ത വെള്ളത്തിന് പകരം നല്ല ചൂട് വെള്ളമായിരുന്നു ചേച്ചി ചേട്ടൻ്റെ ദേഹത്തോട്ട് ഒഴിച്ചതെന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ചേട്ടൻ്റെ ദേഹം മുഴുവൻ പൊള്ളിപ്പോകും അല്ലേ. സോ ഒരു ബക്കറ്റ് വെള്ളം, തിളച്ച വെള്ളം നിങ്ങൾ ഒരാളുടെ ദേഹത്തോട്ട് ഒഴിച്ചാൽ ഒബ്വിയസ്ലി അയാളുടെ ദേഹം മുഴുവൻ എന്തായി പോകും? പൊള്ളിപ്പോകും. അതേസമയം ഇൻസ്റ്റെഡ് ഓഫ് വൺ ബക്കറ്റ്, നിങ്ങൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരാളുടെ ദേഹത്തോട്ട് ഒഴിച്ചു. നേരത്തെ പൊള്ളി അത്രയും പൊള്ളുവോ? പൊള്ളത്തില്ല. ഒരു ചെറിയ എമൗണ്ട് പൊള്ളുമായിരിക്കും, പക്ഷെ എന്നാലും നേരത്തെ ഉണ്ടായ അത്ര ഡിസ്ട്രക്ഷൻ സെക്കൻഡ് കേസിൽ ഉണ്ടാവത്തില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. സോ എങ്ങനെയാണ് ഇയാൾ പൊള്ളിയത്? ചൂടുവെള്ളം വീണപ്പോൾ എങ്ങനെയാണ് പൊള്ളിയത്? ചൂട് ട്രാൻസ്ഫർ ആയിട്ടല്ലേ, എനർജി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് പൊള്ളിയത്. സോ ട്രാൻസ്ഫർ ആയ എനർജിയുടെ എമൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു? നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തു. ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു? വെള്ളത്തിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തു. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ദോസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ അല്ലേ. അത് എത്രത്തോളം പ്രസന്റ് ആണ്. ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. നമ്മുടെ എൻതാൽപ്പി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ മാസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. സോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഐ മേഡ് എ മിസ്റ്റേക്ക്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. സോ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആയിരിക്കും. സോ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. നമ്മുടെ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ, മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. സോ ഇൻഡിപെൻഡന്റ്, ഡു നോട്ട് ഡിപ്പെൻഡ് മീൻസ് ഇൻഡിപെൻഡന്റ്, ഇന്റൻസീവ് അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, IN ഇൻഡിപെൻഡന്റ് ഇൻറ്റൻസീവ്. സെറ്റ് ആണല്ലോ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു സോസ് പാനിൽ നിങ്ങൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. ഒരു 250 ml ഉണ്ടായിരിക്കും അത്. ലെറ്റ് ഇറ്റ് ബി 250 അല്ലെ കൂടുതൽ 500 ml ഒക്കെ ഉണ്ടാവുമായിരിക്കും അത്. ആൻഡ് ഇവിടെ നിങ്ങളൊരു ചെറിയ ബീക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതൊരു 50 ml വാട്ടർ ആണെന്നും വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ രണ്ടിനെ എന്ത് ചെയ്യുവാണ്? നിങ്ങൾ രണ്ടിനെയും എന്താ പറയുക, ബോയിൽ ചെയ്യിക്കുവാണ്. നിങ്ങൾ രണ്ടിനെ എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യിക്കുന്നു. സോ ബോയിൽ ചെയ്ത വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ അളക്കുവാണ്. ഓക്കെ, ബീക്കറിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ബോയിലിംഗ് വാട്ടറിന്റെ എത്രയായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. വലിയ സോസ് പാനിൽ എടുത്ത് വെച്ച് 250 ml ടെമ്പറേച്ചർ എത്രയായിരിക്കും? ബോയിലിംഗ് ടൈമിലെ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ ഈ ടെമ്പറേച്ചർ ഡു ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി? എത്ര എമൗണ്ട് വെള്ളം ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്തോ? ഇല്ല. എന്താണ് ഡിപ്പെൻഡ് ചെയ്തത്?
ആ സമയത്തെ ടെമ്പറേച്ചർ അതിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ അത്തരത്തിലുള്ള പ്രോപ്പർട്ടി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ, മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എക്സെട്ര. സോ ഇത് പഠിക്കണം, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, എളുപ്പമാണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു thermodynamics is a branch of chemistry which actually deals with the spontaneity അല്ലെ. ഒരു റിയാക്ഷൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു തരുന്ന സാധനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് ഫീസിബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത്? തെർമോഡൈനാമിക്സ് ഫീസിബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചില ടേംസിന്റെ സഹായത്തോടെയാണ്, ചില തെർമോഡൈനാമിക്കൽ ടേംസിന്റെ സഹായത്തോടുകൂടി. അത്തരത്തിലൊരു തെർമോഡൈനാമിക്കൽ ടേം ആണ് ആര്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ആര്? ഇന്റേണൽ എനർജി. സോ ഇന്റേണൽ എനർജി, നമുക്ക് ഇന്റേണൽ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള എനർജി, ആ സിസ്റ്റത്തിന്റെ കയ്യിൽ എത്ര എനർജി ഉണ്ടോ ആ എനർജിയെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ എനർജി എന്ന്. സോ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദി ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. എന്താണ് ടോട്ടൽ എനർജി? ഓക്കെ, സോ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. ഈ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഉണ്ടല്ലോ, രണ്ട് പേരെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയെ നമുക്ക് രണ്ട് പേരുടെ സഹായത്തോടു കൂടി ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇന്റേണൽ എനർജി മേ ചേഞ്ച് വിത്ത് ഒന്ന് വർക്ക്. എങ്ങനെയാ ചെയ്യുന്നത്? സോ ഈ പടം നോക്കിക്കേ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇയാൾ സറൗണ്ടിങ്സ് ആണെന്ന് വിചാരിച്ചോ. ഇയാൾ സിസ്റ്റം ആണെന്നും വിചാരിച്ചോ. ഓക്കെ, ഇയാൾ ആരാണ്? ഇയാൾ സറൗണ്ടിങ്സ്. ഇയാൾ ആരാണ്? ഇയാൾ സിസ്റ്റം. സോ സറൗണ്ടിങ്സ് സിസ്റ്റത്തെ എന്ത് ചെയ്യുക? സിസ്റ്റത്തെ പിടിച്ച് തള്ളുക. ഓക്കെ, വെറുതെ അടങ്ങി നിന്നിരുന്ന സിസ്റ്റം, അടങ്ങി നിന്നിരുന്ന സിസ്റ്റത്തെ നമ്മുടെ സറൗണ്ടിങ്സ് എന്ത് ചെയ്തു? പിടിച്ചു തള്ളി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം സറൗണ്ടിങ്സ് സിസ്റ്റത്തിന്റെ പൊക്കത്ത് ഒരു വർക്ക് ചെയ്തു. തള്ളുക എന്ന് പറയുന്ന ഒരു വർക്കല്ലേ. സോ സറൗണ്ടിങ്സ് സിസ്റ്റത്തിന്റെ പൊക്കത്ത് ദ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഇവിടെ എന്താണ്? വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മുകളിൽ ആര് പണിയെടുത്തു മക്കളെ? സറൗണ്ടിങ്സ് പണിയെടുത്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കിക്കേ. വെറുതെ നിന്ന സിസ്റ്റം ആയിരുന്നു, സിസ്റ്റത്തിന്റെ പക്കത്ത് സറൗണ്ടിങ്സ് ഒരു തള്ളു വെച്ചു കൊടുത്തു, സിസ്റ്റം മുന്നോട്ട് തെറിച്ച സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിച്ചു? കൈനറ്റിക് എനർജി കൂടി. ഓക്കെ, സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? കൂടും. ഇത്തരത്തിലുള്ളൊരു വർക്കിനെ ആണ് നമ്മൾ പോസിറ്റീവ് വർക്ക് അല്ലെങ്കിൽ വർക്ക്, അങ്ങനെ ഒരു വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് എന്താണ്? വർക്ക് പോസിറ്റീവ് ആണ്. വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് എന്താ മക്കളെ? വർക്ക് പോസിറ്റീവ് ആണ്. അതേസമയം ഇതാണ് സിസ്റ്റം. നിങ്ങൾ ആരെങ്കിലും ആണെന്ന് സ്വയം സങ്കല്പിച്ചോ? നിങ്ങൾ തന്നെയാണെന്ന് സങ്കല്പിച്ചോ? ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പോയില്ല, ടീച്ചർ ആവശ്യത്തിലധികം എംബോസിഷൻ തന്നു. എംബോസിഷൻ എഴുതി തളർന്നു കിടക്കുന്ന നിങ്ങളാണ് സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ ആരാണ് വർക്ക് ചെയ്തത്? നിങ്ങളാണ് വർക്ക് ചെയ്തത്. നിങ്ങൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ സിസ്റ്റം ആണ് വർക്ക് ചെയ്തത്. സോ വെൻ ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിക്ക് എന്നാ സംഭവിച്ചു? സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കുറഞ്ഞു അല്ലെ? നിങ്ങളും അങ്ങനെയല്ലേ? നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഇന്റേണൽ എനർജി കുറയത്തില്ലേ? സോ വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, ഇന്റേണൽ എനർജി എന്ത് ചെയ്തു? ഇന്റേണൽ എനർജി കുറഞ്ഞു. അത്തരത്തിലുള്ളൊരു വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. വർക്ക് വിൽ ബി നെഗറ്റീവ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, വെൻ ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് സിസ്റ്റത്തിന്റെ മുകളിൽ വർക്ക് ചെയ്താൽ വർക്ക് പോസിറ്റീവ്, ഇന്റേണൽ എനർജി കൂടും. വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് നെഗറ്റീവ്, ഇന്റേണൽ എനർജി കുറയും. ഓക്കെ ആണല്ലോ. അടുത്ത ഫാക്ടർ ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് internal energy is heat. ഓക്കെ, സോ ഞാൻ ഈ കാണിക്കുന്ന പടങ്ങളൊക്കെ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. ഇതിനെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇതുമായിട്ടൊന്നും കൊറിലേറ്റ് ചെയ്യണ്ട. ഓക്കെ, സോ രണ്ടാമത്തെ ഫാക്ടർ അതെന്താണ്? ഹീറ്റ് ആണ്. ഓക്കെ, വർക്ക് കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഫാക്ടർ ആണ് ഹീറ്റ്. സോ ഇവിടെ ഒരാളുണ്ട്, ഇയാളാണ് സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റത്തിന്റെ മൂട്ടുമേ നിങ്ങൾ എന്ത് കൊടുത്തു? തീ കൊടുത്തു. ഓക്കെ, മൂട്ടിൽ തീ പിടിച്ച സിസ്റ്റം എന്ത് ചെയ്തു? മൂട്ടിൽ തീ പിടിച്ച സിസ്റ്റം ഓടി. അപ്പൊ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിക്ക് എന്നാ സംഭവിച്ചു? കൈനറ്റിക് എനർജി കൂടി. സോ നിങ്ങൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റേണൽ എനർജിക്ക് എന്നാ സംഭവിക്കും? ഇന്റേണൽ എനർജി കൂടും. സോ ഇവിടെ എന്താ നിങ്ങൾ ചെയ്തേ? യു സപ്ലൈഡ് ഹീറ്റ് ടു ദ സിസ്റ്റം. നിങ്ങൾ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് സപ്ലൈ ചെയ്തു. സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്തു എന്നും പറയാം. You supplied heat to the system, or you can say heat is absorbed by the system. എന്ത് സംഭവിച്ചു? ഇന്റേണൽ എനർജി കൂടി. ഓക്കെ, ഹീറ്റ് അപ്പൊ എന്താണ്? ഹീറ്റ് പോസിറ്റീവ്. Okay, when heat is absorbed by the system, or when we say heat is supplied to the system, then heat is positive.
ഓക്കെ, ഇത് ഓർത്താൽ മതി, വാലുമേ തീ പിടിച്ചോടുന്ന സിസ്റ്റത്തെ കുറിച്ച് ഓർത്താൽ മതി. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാളെ നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് കുറെ ഐസൊക്കെ കോരിയിട്ടിട്ട്, അയാൾക്ക് അടുത്തൊരു ഐസ് കോരിയിടുക എന്ന് പറയുമ്പോൾ അയാളിലുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങോട്ട് എടുത്തു. വി ടുക്ക് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വി ടുക്ക് ഹീറ്റ് ഫ്രം ഹിം. നമ്മൾ അയാളിൽ നിന്ന് ഹീറ്റിനെ ഇങ്ങ് എടുത്തു. അപ്പോൾ അയാൾ എന്തായിപ്പോയി? അയാൾ ഫ്രോസൺ ആയിപ്പോയി. ഓക്കെ, ഫ്രോസൺ ആവുക എന്ന് പറയുമ്പോൾ അയാളുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? അയാളുടെ എനർജി, മൊത്തത്തിലുള്ള അയാളുടെ എനർജി കുറഞ്ഞു. അയാളുടെ എനർജി കുറയുമ്പോൾ അയാളുടെ എനർജി എന്ത് ചെയ്യും? കുറയും. സോ വെൻ യു ടേക്ക് ഹീറ്റ് ഔട്ട് ഓഫ് ദ സിസ്റ്റം, നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യും, ഹീറ്റ് എന്താവും? നെഗറ്റീവ് ആകും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലാവല്ലോ? ഒന്നുകൂടെ പറയാം. വെൻ യു ആർ സപ്ലൈയിങ് ഹീറ്റ്, internal energy increases, heat is positive. അല്ലെങ്കിൽ when heat is absorbed by the system, internal energy increases, heat is positive. When heat is taken out of the system, or when the system is releasing heat, heat is negative, internal energy is decreasing. ഓക്കെ ആണല്ലോ? സോ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ ഒക്കെ കൂട്ടി വെച്ചോണ്ടുണ്ടല്ലോ മക്കളെ, ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ ഒക്കെ കൂട്ടി വെച്ചോണ്ട് സയന്റിസ്റ്റുമാർ ഒരു നിയമം ഇറക്കി. ആ നിയമത്തിന്റെ പേരാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ നിയമത്തിന്റെ പേരെന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന ഇത്രയേ ഉള്ളൂ: ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, എനർജി ഈസ് കൺസേർവ്ഡ്, അങ്ങനെയും പറയാം കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നറിയപ്പെടുന്നതും ഏത് ലോയാണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നറിയപ്പെടുന്നതും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, വിച്ച് സേസ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed, but it can only transfer from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇന്റേണൽ എനർജി വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ യു, ആൻഡ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻസും നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി ക്യാൻ ഓൺലി കാൽക്കുലേറ്റ് ചേഞ്ച്. ഓക്കെ, ആ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയെ, ഓക്കെ, ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് റെപ്രസെന്റഡ് ആസ് ദ സം ഓഫ് ക്യൂ ആൻഡ് ഡബ്ല്യു. ആൻഡ് ക്യൂവിന്റെ സൈനും ഡബ്ല്യുവിന്റെ സൈനും മാറും എപ്പോൾ? സന്ദർഭാനുസൃതമായിട്ട്. ഓക്കെ, വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, ഡബ്ല്യു നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഡബ്ല്യു ഈസ് നെഗറ്റീവ് ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ഡബ്ല്യു ഈസ് പോസിറ്റീവ് വൺ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ആൻഡ് ക്യൂ ക്യാൻ ഓൾസോ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഡിപ്പെൻഡ്സ് ഓൺ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ ക്യൂ പ്ലസ് ഡബ്ല്യു തന്നെയാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. പക്ഷെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് കെയർ. തന്നിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, ഹീറ്റ് അബ്സോർബ്ഡ് എന്നാണോ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നാണോ, ഓൺ ദ സിസ്റ്റം എന്നാണോ, അത് ശ്രദ്ധിച്ച് വേണം കണക്ക് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ എന്നും പറഞ്ഞിട്ട് എപ്പോഴും ക്യൂ പ്ലസ് ഡബ്ല്യു ഇട്ടാൽ ശരിയാവില്ല. സന്ദർഭോചിതമായിട്ട് ക്യൂവിൻ്റെയും ഡബ്ല്യുവിൻ്റെയും സൈൻ നേടി അല്ലെങ്കിൽ ഇട്ടെടുക്കുക. ഓക്കെ, ഓക്കെ, ഈ ഇക്വേഷൻ ഇവിടെ വരേണ്ടതല്ല. ഓക്കെ, എനിവേസ് ആ ഇക്വേഷൻ ശരിക്കും വരേണ്ടിയിരുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. അതാണ് അവിടെ ശരിക്കും വരേണ്ടിയിരുന്നത്, പി ഡെൽറ്റ വി. ഓക്കെ, വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് എടുത്തത്? പി ഡെൽറ്റ വി എന്ന് എടുത്തത്. കാരണം ഇൻ തെർമോഡൈനാമിക്സ് വി ആർ ആക്ച്വലി ട്രീറ്റിംഗ് വിത്ത് പ്രഷർ വോളിയം വർക്ക്. ഓക്കെ, പ്രഷർ വോളിയം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രഷർ കൊടുക്കുന്നു, ഇത് കംപ്രസ് ആവുന്നു. നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുന്നു, ഇത് എക്സ്പാൻഡ് ആവുന്നു. സോ ദിസ് കംപ്രഷൻ വർക്ക് ആൻഡ് എക്സ്പാൻഷൻ വർക്ക്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ തെർമോഡൈനാമിക്സ് കൂടുതലായിട്ടും പറയുന്നത്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാം എന്ത്? ദിസ് ഇസ് എ പ്രഷർ വോളിയം വർക്ക്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സെറ്റ് ആണല്ലോ? താങ്ക് യു നീരജ്, താങ്ക് യു, നൈസ് ക്ലാസ്, താങ്ക് യു. സോ നെക്സ്റ്റ്
ഓക്കെ, ദെൻ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചില പ്രോസസ്സസ് ആണ്. ഓക്കെ, തെർമോഡൈനാമിക്സിലുള്ള ചില പ്രോസസ്സുകൾ, പ്രധാനമായിട്ടും 4 പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, സോ എന്താണ് ഈ ഐസോബാറിക് പ്രോസസ്? ഐസോബാർ, ഐസോ മീൻസ് സെയിം, ബാർ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. സോ സെയിം പ്രഷർ, ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന, ഓക്കെ, കോൺസ്റ്റന്റ് വെൻ പ്രഷർ സെയിം, കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോകോറിക് എന്ന് വിളിക്കുന്നത്. ആൻഡ് തെർമോഡൈനാമിക്സിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 2 പ്രോസസ്സുകളാണ് ഇവർ രണ്ടുപേരും, അഡയബാറ്റിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സും. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ദോസ് പ്രോസസ്സസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് നോട്ട് എൻറ്റേർഡ് ഓർ ലീവ് ദ സിസ്റ്റം. ഹീറ്റ് സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുകയോ ലീവ് ചെയ്യുകയോ ചെയ്യാത്ത പ്രോസസ്സുകളാണ് എന്ത്? അഡയബാറ്റിക് പ്രോസസ്. സോ അഡയബാറ്റിക് പ്രോസസ് എന്താണ്? ഹീറ്റ് സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുകയില്ല, സിസ്റ്റത്തിൽ നിന്നുള്ള ഹീറ്റ് പുറത്തോട്ട് പോവേയില്ല. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആയിട്ടുള്ള പ്രോസസ്സുകളാണ് അഡയബാറ്റിക് പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ഐസോതെർമൽ, തെർമൽ ടെമ്പറേച്ചർ, ഐസോതെർമൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഐസോതെർമൽ പ്രോസസ്സുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ അടുത്ത പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് സൈക്ലിക് പ്രോസസ്. ഇത് 3 എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഭയങ്കര പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇറ്റ് ഗോസ് റിയലി സ്ലോലി, സോ ദാറ്റ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ആ പ്രോസസ്സിനെ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യിച്ച് ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാം. സോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ, അവരെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. സോ റിവേഴ്സിബിൾ പ്രോസസ് ആർ സ്ലോ പ്രോസസ്സസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് അറ്റ് എനി ടൈം ആൻഡ് റിവേഴ്സ്ഡ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും റിവേഴ്സിബിൾ പ്രോസസ്? ഇറിവേഴ്സിബിൾ പ്രോസസ് ആർ ദ ഫാസ്റ്റ് പ്രോസസ്, ഭയങ്കര സ്പീഡിൽ നടക്കും. ഓക്കെ, ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നതും തീരുന്നതും നമ്മൾ അറിയില്ല. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറിവേഴ്സിബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. മിക്കവാറും നമുക്ക് ചുറ്റും കാണുന്ന റിയാക്ഷൻസ് ഒക്കെ ഇറിവേഴ്സിബിൾ പ്രോസസ്, സ്പോണ്ടേനിയസ്, മിക്കവാറും ഇറിവേഴ്സിബിൾ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, സോ ദേ ആർ റിയലി ഫാസ്റ്റ്. ഓക്കെ ആണല്ലോ. ദെൻ സൈക്ലിക് പ്രോസസ്. എന്താണ് ഒരു സൈക്കിള്? നിങ്ങൾക്ക് അറിയാതാണല്ലേ സൈക്കിള്. സോ ഞാനിപ്പോൾ എന്താ ചെയ്തത്? തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചു വന്നു. അതാണ് സൈക്ലിക് പ്രോസസ്സ്. തുടങ്ങിയ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വരുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൈക്ലിക് പ്രോസസ്സുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? സോ സൈക്ലിക് പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, റിവേഴ്സിബിൾ പ്രോസസ്സ്, ഐസോബാറിക്, ഐസോകോറിക്, അഡയബാറ്റിക്, ഐസോതെർമൽ. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. സോ ദീസ് ആർ സം കോമൺ പ്രോസസ്സസ് ഇൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ ചില കോമൺ പ്രോസസ്സുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഈ ഓരോ പ്രോസസ്സിന്റെ സമയത്തെയും എന്ത് കാണണം? നമുക്ക് വർക്ക് ആൻഡ് ഹീറ്റ് കാണണം, ആൻഡ് ഓഫ് കോഴ്സ് ഇന്റേണൽ എനർജിയും. ഓക്കെ, ഓരോ പ്രോസസ്സിന്റെയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആസ് വെൽ ആസ് എനി കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ ഈ ടേബിൾ പറ്റുവാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ മക്കളെ. ദിസ് ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വെച്ചോളൂ. ഐസോതെർമൽ എന്താണെന്നറിയാം, ഇറിവേഴ്സിബിൾ എന്താണെന്നറിയാം. സോ ഐസോതെർമലി നടക്കുന്ന ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്, അതിന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആയിരിക്കും. അതിന്റെ വർക്ക് ഡൺ എന്തായിരിക്കും? പി ഡെൽറ്റ വി ആണ്. അതിന്റെ ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -W ആയിരിക്കും. ഓക്കെ, ഇഫ് ദ പ്രോസസ് ഈസ് ഐസോതെർമൽ ഇറ്റ്സെൽഫ് ബട്ട് നോട്ട് ഇറിവേഴ്സിബിൾ ബട്ട് റിവേഴ്സിബിൾ, പ്രോസസ് റിവേഴ്സിബിൾ ആണെന്നിരിക്കട്ടെ, അപ്പോഴോ അതിന്റെ ഇക്വേഷൻ ഒരു ചെറിയ മാറ്റം വരും. ഇക്വേഷൻ എന്താവും? nRT/ln/VF/VI എന്നാവും. VF എന്താണ്? വോളിയം, ഫൈനൽ വോളിയം. VI എന്താണ്? വോളിയം, ഇനിഷ്യൽ വോളിയം. ഓക്കെ, സോ
nRT ln VF by VI. ln നമുക്കറിയാം നാച്ചുറൽ ലോഗരിതം ആണ്. നാച്ചുറൽ ലോഗരിതത്തിനെ ലോഗരിതം ടു ദ ബേസ് 10 ആക്കി മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 2.303 nRT ലോഗ് VF by VI എന്ന് വരും. VF പറഞ്ഞു തന്നു, VI പറഞ്ഞു തന്നു. R നിങ്ങൾക്ക് അറിയാം എന്താ ഇത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T നിങ്ങൾക്ക് അറിയാം ടെമ്പറേച്ചർ ആണ്. N എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദിസ് കേസ് ഓൾസോ ഹീറ്റ് ഇസ് ഈക്വൽ ടു -W. കാര്യം മനസ്സിലായല്ലോ. ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് വർക്ക് ഡൺ എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ P∆V. ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് വർക്ക് ഡൺ എന്താണ്? പെട്ടെന്ന് പറഞ്ഞു 2.303 nRT ലോഗ് VF by VI. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. യാ ദെൻ ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ് നിങ്ങൾക്കറിയാം അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പം ഹീറ്റ് എന്താണ്? ഹീറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഫോർ അഡയബാറ്റിക് പ്രോസസ് ഇന്റേണൽ എനർജി നിങ്ങൾക്കറിയാം ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു Q+W ആണ്. Q+W ആണ്. Q 0 ആയാൽ ΔU ഈസ് ഈക്വൽ ടു W. Okay, for adiabatic process ΔU is equal to W. And for cyclic process ΔU equal to 0. തുടങ്ങിയോടത്ത് തന്നെ എന്ത് വന്നു? തിരിച്ചു വന്നു. So U1 അല്ലെ, U initial and U final are the same. So ΔUയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും for cyclic process. Cyclic processന് ΔUന്റെ വാല്യൂ 0. Okay, then for an expansion to vacuum, വാക്വത്തിലോട്ടുള്ള എക്സ്പാൻഷനെ നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്നും വിളിക്കും. എന്ത് വിളിക്കും? ഫ്രീ എക്സ്പാൻഷൻ. വാക്വത്തിലോട്ടാണ്. വാക്വം എന്താണ്? ഒന്നുമില്ലായ്മയാണ് വാക്വം അല്ലെ. ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യണം. നമ്മുടെ പൊക്കത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ. സോ വി ഹാവ് ടു ഡു വർക്ക്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. സോ ഇറ്റ് എ സിമ്പിൾ എക്സ്പാൻഷൻ. ഓക്കെ, വർക്ക് ഒന്നും ചെയ്യണ്ട അവിടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫോർ ആൻഡ് expansion to vacuum work done is equal to 0. work done എന്താണ്? work done 0 ആണ്. സോ ഈ ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ആ ടേബിൾ ഒന്ന് നോക്കി പഠിച്ചേക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചാലും മതി. ഓക്കെ, എന്നിട്ട് നോട്ടിലോട്ട് എഴുതി അത്രയും നല്ലത് കേട്ടോ. ശരി, നമ്മൾ ഇത്രയും നേരം പഠിച്ച കുറേ സാധനങ്ങൾ പഠിച്ചു അല്ലേ. ഇതിനകത്തു നിന്നൊക്കെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ ഉത്തരം കൂടെ പറയട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഉത്തരം പറയാവുന്നവർ പെട്ടെന്ന് പറഞ്ഞേ. നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിത്ത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. എനർജിയും മാറ്ററും സറൗണ്ടിങ്സുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നവരുടെ പേരെന്താ? പെട്ടെന്ന് പറയോ. എന്ത് തരം സിസ്റ്റമാ? പെട്ടെന്ന് വരാം. വെരി ഗുഡ്. എന്താണ്? ഓപ്പൺ സിസ്റ്റം. എന്താണ്? ഓപ്പൺ സിസ്റ്റം. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയാനായിട്ട് അറിയാം. എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയാം ഒന്നുമില്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? യു ക്യാൻ ഓൾസോ സേ ദാറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഈ രീതിയിലും പറയാം. ഓക്കെ ആണല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പെട്ടെന്ന് പറഞ്ഞേ. ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system and 394 joule of work is done by the system. The change in internal energy for the process is dash. ഇതാണ് ചോദ്യം. എങ്ങനെ ചെയ്യും എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ΔU ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ΔU is equal to Q+W ആണെന്ന് നമ്മളിപ്പോൾ കണ്ടേച്ചും വന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഹീറ്റ് തന്നിട്ടുണ്ട്, വർക്ക് ഡണ്ണും തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയണു. അപ്പം ഹീറ്റിന്റെ സിമ്പിൾ എന്താ? സൈൻ എന്താ? പോസിറ്റീവ്. ആൻഡ് ദെൻ വർക്ക് എടുത്തത് പറഞ്ഞ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്നാ പറയണേ. സിസ്റ്റം വർക്ക് ചെയ്തു എന്നാ പറയണേ. സിസ്റ്റം വർക്ക് ചെയ്യുവാണെങ്കിൽ വർക്കിന്റെ സൈൻ എന്താ? മൈനസ്. സോ 701 മൈനസ് 394 ചെയ്താൽ മതി. എത്ര കിട്ടും? 701 മൈനസ് 394. 11 4 പോയാ? പെട്ടെന്ന് പറഞ്ഞോ. എത്ര വരും? 11 4 എത്ര വരും? 7. ദെൻ 9 9 പോകുമ്പോ 0. 7 3 സോറി 6 3 ആയാ 3. സോ യുവർ ആൻസർ വിൽ ബി 307 ജൂൾ അല്ലേ? ജൂൾ. ജൂൾ അല്ലാന്ന് എങ്ങനെ അറിഞ്ഞത്? ഇവിടെയും ജൂളായിരുന്നു, ഇവിടെയും
ജൂൾ ആയിരുന്നു, അതുകൊണ്ട് ജൂൾ. ഓക്കെ, സെറ്റ് ആണോ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു delta U is equal to 701 minus 394 is equal to 307 joules. Okay ആണല്ലോ, ചെയ്ത് കിട്ടിയല്ലോ. Okay, so when you are doing this problem, ഭയങ്കര ഈസി ആണ്, direct substitution to the equation ആണ്. But one thing that you have to check is sign. Work done by the system ആണോ, on the system ആണോ, heat is absorbed by the system ആണോ, released by the system ആണോ, അതൊരു കാര്യം മാത്രം ഒന്ന് നോക്കി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്. എഴുതിയെടുക്കണമായിരുന്നോ? എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എഴുതിയെടുത്തു. ഓക്കെ, അടുത്ത സാധനം പോവാം. സോ നമ്മൾ internal energy was introduced to explain the spontaneity of a reaction. റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തെടുത്തത്? ഇന്റേണൽ എനർജി എടുത്തത്. പക്ഷേ ഇന്റേണൽ എനർജിയെ കൊണ്ട് ഒറ്റയ്ക്ക് സ്പോണ്ടേനിറ്റി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയൊരു ടേമിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആൻഡ് ദാറ്റ് ടേം ഈസ് കോൾഡ് എൻതാൽപ്പി. എച്ച് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് എൻതാൽപ്പി ഈസ് ദ യൂസ്ഫുൾ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിന്റെ യൂസ്ഫുൾ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? എൻതാൽപ്പി എന്ന് വിളിച്ചത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഹീറ്റ് റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിൽ റിലീസായ ഹീറ്റാണ് എന്നും നമുക്ക് എന്തിനെ പറയാം? എൻതാൽപ്പിയെ പറയാം. ഓക്കെ, സോ എൻതാൽപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എൻതാൽപ്പി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങളുടെ ഇന്റേണൽ എനർജി പ്ലസ് പി ഡെൽറ്റ വി വർക്ക്. ഓക്കെ, ഇഫ് യു ആർ ഡൂയിങ് വർക്ക് ഓൺ ദ സിസ്റ്റം പ്ലസ് പി ഡെൽറ്റ വി. ഇഫ് യു ആർ ഡൂയിങ് അല്ലെങ്കിൽ സിസ്റ്റം ഈസ് ഡൂയിങ് വർക്ക് മൈനസ്. ഓക്കെ, ഇന്റേണൽ എനർജിയിൽ നിന്ന് വർക്ക് കിഴിച്ചിട്ടുള്ള മിച്ചം കിടക്കുന്ന എനർജി എത്രയോ അതാണ് എൻതാൽപ്പി. അല്ലെങ്കിൽ വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, ഇന്റേണൽ എനർജിയുടെ കൂടെ വർക്ക് ഡൺ ചെയ്തപ്പോൾ കൂടിയ എനർജിയും കൂടെ കൂട്ടിയെടുക്കുന്നതാണ് എന്ത്? എൻതാൽപ്പി. ഓക്കെ, സോ എൻതാൽപ്പി ഈസ് ദ യൂസ്ഫുൾ വർക്ക് അല്ലെങ്കിൽ യൂസ്ഫുൾ എനർജി ഓഫ് എ സിസ്റ്റം. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P delta V, or else I can write delta H is equal to delta U plus delta PV, and from the ideal gas equation, that is PV is equal to nRT, you know that del PV is equal to nRT. So delta U plus delta nRT, and in nRT നിങ്ങൾക്കറിയാം R കോൺസ്റ്റന്റ് ആണ്, T കോൺസ്റ്റന്റ് ആണ് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ. സോ അതിനെ രണ്ടിനെയും ഡെൽറ്റയിൽ നിന്ന് വെളിയിലെടുക്കാം. യു വിൽ ഗെറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ആൻഡ് ഡെൽറ്റ എൻ മോൾസ്, നമ്പർ ഓഫ് മോൾസ് ആണല്ലേ ഡെൽറ്റ എൻ. ആരുടെ നമ്പർ ഓഫ് മോൾസ്? ഗ്യാസസിന്റെ നമ്പർ ഓഫ് മോൾസ്. വൈ ഗ്യാസസ് സ്പെസിഫിക്കലി? ബിക്കോസ് വി ടുക്ക് ഇറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതുകൊണ്ട്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇത് മറ്റൊരു ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടും പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ റിമെമ്പർ ദ ടു ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻസും ഓർത്ത് വയ്ക്കുക. രണ്ട് ഇക്വേഷനും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കും? പ്രോബ്ലം ചോദിക്കും. ഓക്കെ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും പ്രോസസ്സ് എക്സോതെർമിക് ആണ്. എന്താണ് എക്സോതെർമിക് പ്രോസസ്സ്? ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് എക്സോതെർമിക് പ്രോസസ്സ്. സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? സെറ്റ് ആണല്ലോ. Another concept that we have to learn is heat capacity. Okay, എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കുന്നു അതിനനുസൃതമായിരിക്കും അല്ലേ? ഓർ എൽസ് ഐ ക്യാൻ റൈറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ക്യൂവിനോട് പ്രൊപ്പോർഷണൽ. നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കുന്നു അത്രയും ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ. അല്ലെങ്കിൽ എനിക്ക് എഴുതാം, ആ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാനായിട്ട് എനിക്ക് എഴുതാം ഡെൽറ്റ ടി അല്ലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ക്യൂ. ആ കോൺസ്റ്റന്റിനെ ഞാനൊരു കോഎഫിഷ്യന്റ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ദാറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ക്യൂ. അല്ലെങ്കിൽ എഴുതാൻ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിനെ സി എന്ന് എടുത്തു ക്യൂ.
ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് സി? സി ഈസ് ദി ഹീറ്റ് കപ്പാസിറ്റി. ആ കോൺസ്റ്റന്റ്, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഹീറ്റ് കപ്പാസിറ്റി എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? Then there are two types of heat capacities. One is specific heat capacity and another one is molar heat capacity. ഒരു മിനിറ്റ്. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം അതിൻ്റെ യൂണിറ്റ് മാസിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങൾ കൊടുക്കേണ്ടി വന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് മാസ്, ആ യൂണിറ്റ് മാസിലോട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വന്ന ഹീറ്റ് എന്തിന്? 1 കെൽവിൻ റൈസ് ഇൻ ടെമ്പറേച്ചർ കൊണ്ടുവരാനായിട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിന്റെ 1 മോളിന്റെ ഹീറ്റ് കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം 1 മോളിന്റെ മാസിനെ നമ്മൾ മോളാർ മാസ് എന്ന് വിളിച്ചു. സോ 1 മോളിന്റെ ഹീറ്റ് കപ്പാസിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോടെ മക്കളെ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ വന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? മനസ്സിലായല്ലോ. ആൻഡ് there are two types of heat capacities: heat capacity at constant pressure and heat capacity at constant volume. Heat capacity at constant pressure is called Cp and heat capacity at constant volume is called Cv. Okay അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, സ്ഥിരം റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി വിക്കും സി പിക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക. ഈ സി പി സി വി റിലേഷൻഷിപ്പ്, പിന്നെ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉള്ള കെ പി കെ സി റിലേഷൻഷിപ്പ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. സോ ഇതൊന്ന് പഠിച്ചു വെച്ചോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി വളരെ ഈസിയാണ്. ഡെറിവേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫ്രം ദ ഇക്വേഷൻ, നമ്മൾ നേരത്തെ കൊടുത്ത ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫ്രം ദ ഇക്വേഷൻ വി നോ ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. ക്യൂ എന്താണ്? സി ഡെൽറ്റ ടി ആണ്. ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാം ക്യൂ വി ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താ? നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി അല്ലേ? എങ്ങനെയാണ് അത് വന്നത്? ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. And if volume is constant, delta V is 0. So ഈ ടേമേ പോയി. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യൂ വി എന്ന് കിട്ടും. ഓക്കെ, സോ ക്യൂ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആൻഡ് ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. നമ്മൾ പറഞ്ഞായിരുന്നു ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ത്? ഡെൽറ്റ എച്ച്. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് എന്ത്? ഡെൽറ്റ യു. ഓക്കെ ആണല്ലോ. ആൻഡ് യു നോ ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. For 1 mole of an ideal gas, we can write it as delta H is equal to delta U plus delta RT. Okay, or else you can write delta H is equal to delta U plus R delta T. Substitute the values of delta T and delta U here. That is, delta H is Cp delta T is equal to Cv delta T plus R delta T. Delta T, delta T, delta T get cancelled. Common ആയതുകൊണ്ട്. So Cp is equal to Cv plus R. Or else you can write Cp minus Cv is equal to R. And this is the relationship between Cp and Cv. അതാണ് Cpയുടെയും Cvയുടെയും റിലേഷൻഷിപ്പ്. ഓക്കെ, സോ സിപിയുടെ സിവിയുടെ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ ആദ്യം എന്ത് എഴുതുക? ക്യൂ ഇസ് ഈക്വൽ ടു സി ഡി ഡെൽറ്റ ടി എന്ന് എഴുതുക. ദെൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി സി വി ഡെൽറ്റ ടി എന്ന് എഴുതുക. ദെൻ ക്യൂ പി ഇസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്ന് എഴുതുക. ആൻഡ് ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്, ക്യൂ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ഇൻ ദ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ആർ ടി നാക്കി എടുക്കുക. ഡെൽറ്റ ടി കൊണ്ടുവരിക. എല്ലാ ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഡെൽറ്റ എച്ചിന്റെയും ഡെൽറ്റ യുവിന്റെയും ഡെൽറ്റ എച്ചിന്റെ ഡെൽറ്റ യുവിന്റെയും വാല്യൂ ഇട്ടിട്ട് എല്ലാ ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ദ റിലേഷൻഷിപ്പ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ.
ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടായിരുന്നല്ലോ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് സംശയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, so next is calorimetry, and calorimetry is used for the measurement of delta U and delta H. ഓക്കെ, സോ കലോറിമെട്രി പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. എന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ബാക്കി ഒന്നും നോക്കണ്ട, ജസ്റ്റ് ലിസൺ ടു മീ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ നടുക്കോട്ട് നിങ്ങളൊരു റിയാക്ഷൻ നടക്കുന്ന ഒരു ട്യൂബ് ഇറക്കി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ റിയാക്ഷൻ ട്യൂബ് കഴിഞ്ഞിട്ട് മിച്ചം ആ ടാങ്കിൽ കിടക്കുന്ന സ്പേസ് ഇല്ലേ, അവിടെ എല്ലാം വെള്ളം നിറയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ടാങ്ക് നിങ്ങൾ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നിങ്ങൾ തെർമോമീറ്റർ ഇറക്കി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റിയാക്ഷൻ ട്യൂബിൽ നിങ്ങൾ റിയാക്ഷൻ നടത്തുന്നു. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ഹീറ്റ് എങ്ങോട്ട് റിലീസ് ആകും? ആ വെള്ളത്തിലോട്ട് റിലീസ് ആവും. ഓക്കെ, പുറത്തോട്ട് പോകില്ല, അത് ഐസൊലേറ്റഡ് ആണ് കേട്ടോ, വെള്ളത്തിലോട്ട് റിലീസ് ആവും. ഓക്കെ, ഇനി സപ്പോസ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിലോ, വെള്ളത്തീന്ന് ഹീറ്റ് എങ്ങോട്ട് എടുക്കും? റിയാക്ഷൻ സിസ്റ്റത്തിലോട്ട് എടുക്കും. ഓക്കെ, നൗ യു തിങ്ക് നിങ്ങൾ എന്താ മെഷർ ചെയ്ത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് തെർമോമീറ്റർ നിങ്ങൾ എന്ത് മെഷർ ചെയ്യുന്നുണ്ട്? ഹീറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. ആരുടെ ഹീറ്റ്? വെള്ളത്തിൻ്റെ ഹീറ്റ്. ഓക്കെ, സോ ഈ വെള്ളത്തിൻ്റെ ഹീറ്റ് നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് അല്ലേ വോളിയം ചേഞ്ച് സംഭവിക്കുമോ വെള്ളത്തിന് ഇവിടെ? ഇല്ല. സോ യു ആർ മെഷറിംഗ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, യു ആർ മെഷറിംഗ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വാട്ട് ഈസ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം? ഡെൽറ്റ യു. സോ ഇവിടെ നിങ്ങളിപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്തു. ഈ സെറ്റപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിമീറ്റർ. ഈ പ്രിൻസിപ്പിൾ നമ്മൾ പറയണ, ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയണ പേരാണ് കലോറിമെട്രി. സെറ്റാണോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? കലോറിമെട്രി ഇതാണ് ഐഡിയ. അതായത് ഒരു റിയാക്ഷൻ ട്യൂബ് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. ആ സീൽഡ് സാധനത്തിനകത്താണ് ഈ റിയാക്ഷൻ ട്യൂബും വെള്ളവും ഒക്കെ ഇരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ തെർമോമീറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ ട്യൂബിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ഹീറ്റ് റിലീസ് ആവും. റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ആണ്. രണ്ടാണെങ്കിലും ടെമ്പറേച്ചർ ഹീറ്റ് നമുക്ക് എവിടെ മെഷർ ചെയ്യാം? തെർമോമീറ്ററിൽ മെഷർ ചെയ്യാം. ഓക്കെ, ആ കിട്ടുന്ന ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ കിട്ടിയ ഹീറ്റാണ്. സോ അതെന്തായിരിക്കും? ഇന്റേണൽ എനർജി ആയിരിക്കും. ഓക്കെ, ഈ ഒരു സെറ്റപ്പിനെ കുറച്ചുകൂടെ മാറ്റം വരുത്തിയ ഒരു സെറ്റപ്പാണ് ഇത്. ഈ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വി ആർ മെഷറിങ് എന്താണ്? വി ആർ മെഷറിങ് ഹീറ്റ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇവിടെ നമ്മൾ എന്തിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുക? പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുക. സോ ഹീറ്റ് മെഷർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡെൽറ്റ എച്ച്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി യൂസിങ് വിച്ച് വി ക്യാൻ measure what? We can measure delta H and delta U. Okay, delta H and delta U measure ചെയ്യാൻ മനസ്സിലായല്ലോ. ഇനി കുറച്ച് എൻതാൽപ്പികളാണ്. നിങ്ങൾക്കറിയാം ചാപ്റ്ററിനകത്ത് കുറേയധികം എൻതാൽപ്പീസ് കിടപ്പുണ്ട് അല്ലേ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ എൻതാൽപ്പികളെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വളരെ സ്പീഡിലല്ല, വളരെ സ്ലോ ആയിട്ട് തന്നെ നോക്കി പോവാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ എൻതാൽപ്പി ചേഞ്ച് ഫോർ ഫേസ് ട്രാൻസിഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് ഈ ഫേസ് ട്രാൻസ്ഫോർമേഷൻസ്? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുക, ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവുക, വേപ്പറിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫേസ് ട്രാൻസ്ഫോർമേഷൻസുമായിട്ട് അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കംപനൈ ചെയ്യുന്ന എൻതാൽപ്പി ചേഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി അസോസിയേറ്റഡ് വിത്ത് ദ മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് അല്ലേ? ഒരു സോളിഡ് മെൽറ്റ് ചെയ്യാനായിട്ടുള്ള എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. നോക്കിയേ, ദ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഈസ് റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. Standard enthalpy, in fact, standard enthalpy of fusion is represented like this, and standard enthalpy of fusion is defined as the enthalpy change accompanying the melting of 1 mole of a solid, 1 mole of a solid in its standard state. So delta H fusion in standard state എന്ന് പറയുന്നത് the enthalpy change accompanying the melting of 1 mole of a solid substance in its standard state. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഞാനിവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എല്ലാത്തിനും എഴുതിയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്നൊന്ന് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നൊന്ന് മാറ്റി വായിക്കണം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. സെറ്റ് ആണല്ലോ. സോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ 1 mole substances
അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ഒരു 1 മോൾ സബ്സ്റ്റൻസിനെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ വേപ്പറൈസേഷൻ എന്തായിരിക്കും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ? 1 മോൾ ലിക്വിഡ് വേപ്പർ ആവാൻ, അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ വേപ്പർ ആയി മാറാനായിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എന്താ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ലിമേഷൻ എന്താ? ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്ന പ്രോസസ് ആണല്ലേ സബ്ലിമേഷൻ. So enthalpy of sublimation എന്തായിരിക്കും? The enthalpy change accompanying the sublimation of 1 mole of a solid substance in a standard state. Okay, so ഈ സാധനം സ്ഥിരമായിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത് ഡെഫിനിഷൻ മോഡിലാണ് ചോദിക്കുക. ഓക്കെ, ഇതിനെ എങ്ങനെ ചോദിക്കും? ഡെഫിനിഷൻ മോഡിൽ. ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഇപ്പം ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം H2O സോളിഡ് ചേഞ്ചസ് ടു H2O ലിക്വിഡ്. ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഒന്ന് എഴുതാനായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സെറ്റാണ്. ഈ ഇക്വേഷനൊക്കെ ഒന്ന് എഴുതി ഈ ഒരു ഡെഫിനിഷനൊക്കെ എഴുതുമ്പോൾ ടീച്ചർമാർക്ക് തോന്നും നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ അറിയാമെന്ന്. അപ്പോൾ ടീച്ചർമാർ നല്ല മാർക്കിടും. ഓക്കെ, സ്പീഡ് കൂടുന്നു എന്നുണ്ടെങ്കിൽ പറയണം. നമുക്കിന്ന് സമാധാനമായിട്ട് പോയാൽ മതി, കാരണം നമുക്കിന്ന് ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഓക്കെ, സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഞാനിവിടെ നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ഓക്കെ, ഐ ക്യാൻ സീ യുവർ ചാറ്റ്സ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കേടാ. ഓക്കെ, സോ ശീതൾ ഉത്തരം പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ശരി, വെരി ഗുഡ്, ഓപ്പൺ സിസ്റ്റം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ രണ്ട് സാധനങ്ങളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ടൈപ്സ് ഓഫ് എൻതാൽപ്പി നമ്മൾ പറയുന്നിടത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര്, അതായത് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള 2 പേര് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസിൽ നിന്ന്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒന്നും തലയ്ക്കകത്തോട്ടായിട്ടുണ്ടാവില്ല, എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. കാർബൺ മോണോക്സൈഡ് പ്ലസ് O2, യു വിൽ ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, യു ക്യാൻ ഹാവ് 2. ശരിയാവോ? ഇല്ല. കാർബൺ മോണോക്സൈഡ് പ്ലസ് O2, യു ക്യാൻ ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്. എന്ത് കിട്ടും നിങ്ങൾക്ക്? കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ, ഓക്കെ, 2CO plus O2 gives 2CO2. ഓക്കെ, സെറ്റാണല്ലോ. ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, ഇതിനെ നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കും. അതേ സമയത്ത് C+O2 gives CO2. ഇത് ഗ്യാസ് ആണ്, ഇത് സോളിഡ് ആണ്. ഇൻ ദിസ് കേസ് ഇത് ഗ്യാസ് ആണ്. In this case, the enthalpy change associated is enthalpy of formation. എന്താണ് enthalpy of formation? Now, can you identify what is the difference? So, രണ്ട് കേസിലും കാർബൺ ഡയോക്സൈഡ് ആണ് പ്രോഡക്റ്റ്. പക്ഷേ in the first case, carbon dioxide is obtained from carbon monoxide and dioxygen. ഓക്കെ, അത് enthalpy of reaction ആണ്. അതേസമയം in the second case, and of course, one more thing, ഇവിടെ ഈ 2 വരില്ല കേട്ടോ. ഫോർമേഷൻ ഓഫ് 1 mole ആണ്. സോ ഇത് ഇക്വേഷൻ എങ്ങനെ പോകും? CO plus half O2 gives CO2 എന്ന് വരും കേട്ടോ. ഈ രീതിയിൽ വരണം. 1 മോൾ ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. 1 മോൾ ഉണ്ടായി വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഈ തെറ്റ് വരുത്തിയത് നന്നായി, സോ ദാറ്റ് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവണം അതിൽ തെറ്റ് എന്നതാണെന്ന്. 1 മോൾ ഉണ്ടായി വരുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. 1 മോളിൽ കൂടുതൽ ഉണ്ടായി വന്നാൽ അത് പിന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ല. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ ടോയ്സ് എന്നോ ത്രൈസ് എന്നോ ഒക്കെ പറയേണ്ടി വരും. ഓക്കെ, സോ 1 മോൾ ഉണ്ടായി വരുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് enthalpy of reaction എന്ന് പറയുന്നത്. വായിക്കാം. The enthalpy change accompanying a reaction when all the reactants and products are in their standard state and the product formed is, ഇവിടെയും ഞാൻ ആ സെയിം മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. The product formed is 1 mole. ഓക്കെ, പ്രോഡക്റ്റ് ഫോംഡ് എങ്ങനെയായിരിക്കണം? 1 mole ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന്
വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് നോക്കിയേ. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ആണ് അഗെയിൻ ഉണ്ടായി വന്നിരിക്കുന്നത്. ആൻഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, നമ്മുടെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിന്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്, ഇപ്പോൾ ഓക്സിജനെ സംബന്ധിച്ച് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ, കാർബൺ സോളിഡ് ആണ്. സോ അതിന്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് കാർബണും ഓക്സിജനും, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിൽ നിന്ന് അവരുടെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടായി വന്നതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് formation എന്ന് പറയുന്നത്. The enthalpy of change accompanying the formation of 1 mole of a substance from its elements in their most stable state of aggregate, അതിനെയാണ് നമ്മൾ enthalpy of formation എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോടാ മക്കളെ? സെറ്റ് ആണോടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും ഇക്വേഷൻസ് ഉണ്ട്. സോ ജസ്റ്റ് ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്കുക. എൻതാൽപ്പി സിഗ്മ എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് സിഗ്മ എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് ചെയ്താൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. സിഗ്മ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സിഗ്മ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ? സോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ രണ്ടും ഏതാണ്ട് ഒരേ കൺസെപ്റ്റ് ആണ് വരുന്നത്. ബട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ദയവായിട്ടൊന്ന് ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 98% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഹെസ്സസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. ഡയറക്റ്റ് ആയിട്ട് ഹെസ്സസ് ലോ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ പറയും. സോ ഹെസ്സസ് ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റിയാക്ഷൻ അത് ഒന്നിലധികം സ്റ്റെപ്പിൽ നടക്കണമെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എ ഗീവ്സ് ബി, ഇതൊരു റിയാക്ഷൻ ആണല്ലേ. ഈ റിയാക്ഷൻ നമുക്ക് ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നടത്തിയെടുക്കാം. അങ്ങനെ നടത്തിയെടുക്കുമ്പോഴുള്ള എൻതാൽപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, പക്ഷേ ഈ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ നടത്താം. അതായത് എ ആദ്യം എന്തായിട്ട് മാറുന്നു? സി ആയിട്ട് മാറുന്നു. അപ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H1. പിന്നെ സി എന്താവുന്നു? സി ഡി ആവുന്നു. അപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H2. അത് കഴിഞ്ഞിട്ട് ഡി എന്താവും? ബി ആവും. സോ ഇതൊരു 3 സ്റ്റെപ്പിൽ, ഈ ഒറ്റ സ്റ്റെപ്പിൽ നടന്ന റിയാക്ഷൻ ഈ 3 സ്റ്റെപ്പിലായിട്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നടത്തിയെടുക്കാം. സപ്പോസ് ഒരു റിയാക്ഷൻ അങ്ങനെ നടക്കുവാണെങ്കിൽ ആ റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്, അതായത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നേരത്തെ നടന്ന സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ഇല്ലേ, അവരുടെ എല്ലാ എൻതാൽപ്പികളുടെ ആകെത്തുകയായിരിക്കും. ഇതാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഹെസ്സസ് ലോ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഓക്കെ, ആരും ചാറ്റ് ബോക്സ് ഒന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് കൈപൊക്കുക, മനസ്സിലായി എന്ന് പറയൂ. ഓക്കെ, സോ ഡെൽറ്റ എച്ച് എന്താ പറഞ്ഞേ? ആ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് മൾട്ടി സ്റ്റെപ്പുകളുടെ എൻതാൽപ്പികൾ കൂട്ടിയെടുക്കുന്നതായിരിക്കും. അതാണ് ആര് പറഞ്ഞത്? ഹെസ്സസ് ലോ പറഞ്ഞത്. ഹെസ്സസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഹെസ്സസ് ലോ എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹെസ്സസ് ലോ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഓൾ ദ എൻതാൽപ്പി ചേഞ്ചസ് അക്കംപനയിങ് ഇൻ ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, അതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഹെസ്സസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നാൽ ഹെസ്സസ് ലോ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ വരച്ചു വെക്കുക. എന്നിട്ട് ദാ ഇതും കൂടി എഴുതിയേക്കാം. ഇത്ര എഴുതിയ ഹെസ്സസ് ലോ സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഹെസ്സസ് ലോ വെച്ചിട്ട് ഒരു പ്രോബ്ലം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹെസ്സസ് ലോ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്തെടുക്കാം എന്നൊന്ന് നോക്കാം. സി, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ വെൻ ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ്. സോ ഡയമണ്ട് ആരിൽ നിന്നുണ്ടാവുകയാണ്? ഗ്രാഫൈറ്റിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാവുന്ന സമയത്തെ എൻതാൽപ്പി ചേഞ്ച് ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡയമണ്ടിൽ നിന്ന് ഗ്രാഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള എൻതാൽപ്പി, ഗ്രാഫൈറ്റിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ച്. കളിയാക്കണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് പറയുന്നത് ഈ റിയാക്ഷൻ നടക്കുമെന്നാ. ഗ്രാഫൈറ്റ് ഗ്രാജുവലി എന്തായിട്ട് മാറും? ഡയമണ്ട് ആയിട്ട് മാറും. പക്ഷെ എത്ര വർഷം കൊണ്ട് മാറും, എത്ര സ്പീഡിൽ മാറും എന്നൊന്നും തെർമോഡൈനാമിക്സിന് അറിയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു തരുന്ന, അതറിയണ വേറൊരാളുണ്ട്. അയാളുടെ പേര് കൈനറ്റിക്സ് എന്നാ. അയാൾ അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്നാലും തെർമോഡൈനാമിക്സ് പറയുന്നത് ഗ്രാഫൈറ്റ് എന്തായിട്ട് മാറും? ഡയമണ്ട് ആയിട്ട് മാറും. ഓക്കെ, സോ എന്തായാലും ഈ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് സി ഡയമണ്ട് പ്ലസ് O2 ഗീവ്സ് CO2 അതിൻ്റെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -395 Kelvin. And then they are provided എന്ത് തന്നിട്ടുണ്ട്? സി ഡയമണ്ട് പ്ലസ് O2 ഗീവ് CO2 അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ദെൻ സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ് CO2 അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ റിയാക്ഷൻ ഹെസ്സസ് ലോയ്ക്ക് തരുന്ന സമയത്ത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് വേണ്ട ഇക്വേഷനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട ഇക്വേഷനെ ഉണ്ടാക്കിയെടുക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് വേണ്ട ഇക്വേഷൻ. സോ നമുക്ക് വേണ്ട ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഗ്രാഫൈറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഡയമണ്ട് ഉണ്ട് റൈറ്റ് സൈഡിൽ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് നോക്കിക്കേ. ഡയമണ്ട് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഗ്രാഫൈറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. സോ ഗ്രാഫൈറ്റ് ലെഫ്റ്റ് സൈഡിൽ സെറ്റാണ്, പക്ഷെ ഡയമണ്ട് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഡയമണ്ടിനെ എവിടെ കൊണ്ടുപോകണം? റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ഡയമണ്ടിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ എന്ത് ചെയ്യണം? ഇൻവേർട്ട് ചെയ്യണം. സോ നമ്മൾ അതാ ചെയ്യാൻ പോണേ. ആദ്യം തന്നെ നമ്മൾ ആ റിയാക്ഷനെ ഇൻവേർട്ട് ചെയ്യും. CO2 ഗീവ്സ് സി ഡയമണ്ട് പ്ലസ് O2. ഇക്വേഷനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എൻതാൽപ്പിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവേർട്ട് ചെയ്യണം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സി ഗ്രാഫൈറ്റും സി ഡയമണ്ടും മാത്രമേ ഉള്ളൂ. സോറി, നമുക്ക് വേണ്ട ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. രണ്ടുപേരെയും കളയണം. സോ ഇവിടെ നോക്കിക്കേ, അടുത്ത റിയാക്ഷനോട് ഞാനിവിടെ താഴെ എഴുതാം. സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് CO2. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കളയേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഓക്സിജൻ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ആണെന്ന് കാണാം. അതായത് ഒരെണ്ണം റൈറ്റിലും ഒരെണ്ണം ലെഫ്റ്റിലുമാണ്. ഇവിടെയും ഒരെണ്ണം റൈറ്റിലും ഒരെണ്ണം ലെഫ്റ്റിലുമാണ്. ഇഫ് സോ പോക്കേണ്ടവർ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ദ റിയാക്ഷൻസ്. എന്ത് ചെയ്യുക? റിയാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്ത് വെക്കുക. റിയാക്ഷൻസിനെ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, CO2 പ്ലസ് സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് സി ഡയമണ്ട് പ്ലസ് O2 പ്ലസ് CO2. രണ്ട് സൈഡിലും ഒരേപോലെ വന്നവർ എന്തായി പൊക്കോളും? ക്യാൻസൽ ആയി പൊക്കോളും. ആസ് എ റിസൾട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായി? സി ഗ്രാഫൈറ്റ് ഗീവ്സ് സി ഡയമണ്ട്. ഇതായിരുന്നില്ലേ നമുക്ക് വേണ്ട റിയാക്ഷൻ. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഇക്വേഷൻ ഇൻവേർട്ട് ചെയ്തു. അപ്പം നമുക്ക് 395 കിട്ടി. അപ്പം കിട്ടിയ 395ൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്തു? 393.5നെ ആഡ് ചെയ്തു. സോ ഇത് മൈനസ് ആണ്, 393 മൈനസ് ആണ്. സോ 395.0ൽ നിന്ന് 395 മൈനസ് ചെയ്യുക. സോ 10 5 പോയ 5, 4 3 പോയ 1, 0 0. സോ യുവർ ആൻസർ വിൽ ബി 1.5 joules, kilojoules. Why kilojoule? Because ഇതും കിലോ ജൂളിലാണ് തന്നത്, ഇതും കിലോ ജൂളിലാണ് തന്നത്. സോ ദിസ് ഈസ് കിലോജൂൾ. 1.5 കിലോജൂൾ ഈസ് യുവർ ആൻസർ. ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സെറ്റ് ആണല്ലോ മക്കളെ. ഓക്കെ അല്ലേ? വെരി ഗുഡ്. സോ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൂ ടീച്ചർ. ഇത് ഞങ്ങളെ പറ്റിക്കാൻ തന്നല്ലേ എന്നുള്ള വിചാരം ഒന്നും വേണ്ട. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. തെർമോഡൈനാമിക്സ് ഒരു കീറാമുട്ടി ഒന്നും അല്ല. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. കേട്ടല്ലോ? ഓക്കെ, പേടിക്കണ്ട. ബി കോൺഫിഡൻറ്റ് വിത്ത് തെർമോഡൈനാമിക്സ്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിളിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ, കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ലാറ്റിസ് എൻതാൽപ്പി പറഞ്ഞു കൊടുത്ത് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ കണ്ടിട്ടുണ്ട്. സെറ്റാണല്ലോ? ഓർമ്മയുണ്ടല്ലോ? എന്തായിരുന്നു ബോൺ ഹേബർ സൈക്കിൾ? ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാധനമായിരുന്നു. ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ബോൺ ഹേബർ സൈക്കിളിലെ ഈ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെസ്സസ് ലോ എന്നുള്ള പ്രിൻസിപ്പിളാണ്. ഓക്കെ, സോ ഹെസ്സസ് ലോയുടെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ആര്? ബോൺ ഹേബർ സൈക്കിൾ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ ഈ പറയണമെന്നുള്ളത്. സി, വി ആർ എക്സ്പ്ലെയിനിങ് ദ ബോൺ ഹേബർ സൈക്കിൾ വിത്ത് സോഡിയം ക്ലോറൈഡ്, ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ വിത്ത് NaCl-നെ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ വെച്ച് നമുക്ക് ബോൺ ഹേബർ സൈക്കിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കറിയാം Na++Cl മൈനസ് ഗീവ്സ് NaCl ആണ്. സോ ഇവിടെ എന്താണ് ഈ ഒരു ഇതിന് അസോസിയേറ്റഡ് ഉള്ള എൻതാൽപ്പി എന്താണ്? ദിസ് ഈസ് ദ എൻതാൽപ്പി ഓഫ് പോട്ടെ NaCl ആണ് സാധനം അല്ലേ? ദിസ് ഈസ് ഇവിടെ കിട്ടുന്ന ഈ എൻതാൽപ്പിയാണ് എന്ത്? ലാറ്റിസ് എൻതാൽപ്പി ആണല്ലോ. സോ നിങ്ങൾക്കറിയാം Na+12Cl2 ഗീവ്സ് NaCl. ഓക്കെ, ഇത് സോളിഡ് ആയിരിക്കും, ഇത് ഗ്യാസ് ആയിരിക്കും.
ആൻഡ് ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? This is the enthalpy of formation അല്ലേ? This is the enthalpy of formation of NaCl. Enthalpy of formation of NaCl നമുക്ക് എന്താണ്? നമുക്കറിയാം. ഇനി ഈ സാധനം Na++Cl- gives NaCl ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. Na ആദ്യം സോളിഡിലിരിക്കുന്ന Na എന്തായിട്ട് മാറണം? Na, കാരണം ഇത് ഗ്യാസാണ്. ഓക്കെ, Na ഗ്യാസ് ആയിട്ട് മാറണം. ഓക്കെ, സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നിങ്ങൾ എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയും. സോ ഇവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നിങ്ങൾ എന്ത് പറയും? ΔH സബ്ലിമേഷൻ ഓഫ് സോഡിയം. ഓക്കെ, അത് നമുക്കറിയാവുന്നതാണ്. അടുത്തതായിട്ട് സോഡിയം ഗ്യാസ് ആയിട്ട് ഇരുന്നാൽ മതിയോ? പോരാ അല്ലെ, സോഡിയം പ്ലസ് ആവണം. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഓക്കെ, സോഡിയം പ്ലസ് ആവണം. സോ സോഡിയം ഗ്യാസ് പ്ലസ് ആവുന്നു. ഈ പ്രോസസ്സിന് എന്ത് പറയും? അയോണൈസേഷൻ എന്ന് പറയും. അപ്പൊ അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള എൻതാൽപ്പി എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി. സോഡിയത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പിയും നമുക്ക് നോൺ ആണ്. ഓക്കെ, അടുത്തതായിട്ട് Cl2 ഗ്യാസ്. Cl2 ഗ്യാസ് ആയാൽ മതിയോ? നമുക്ക് ഹാഫ് Cl2 ആ വേണ്ടത്. സോ അതെന്ത് ചെയ്യണം? ആ മോളിക്യൂള് ആറ്റം ആയിട്ട് മാറണം. സോ മോളിക്യൂള് ആറ്റമായി മാറുന്ന ഈ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ എൻതാൽപ്പി അസോസിയേറ്റഡ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. അടുത്തത്, ഈ Cl ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ. ഈ Na+ കൊടുത്ത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തത് എന്താവണം? Cl- ആവണം. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക്? അപ്പൊ ആ ഒരു Cl- ആവുന്ന ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cl- ആവുന്ന ആ പ്രോസസ്സിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, സോ ഇതെല്ലാം നമുക്കറിയാം. ΔHF അറിയാം, ΔH സബ്ലിമേഷൻ ഓഫ് സോഡിയം അറിയാം, ΔH അയോണൈസേഷൻ ഓഫ് സോഡിയം അറിയാം, ΔH അറ്റോമൈസേഷൻ ഓഫ് ക്ലോറിൻ അറിയാം, ΔH ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ അതും അറിയാം. സോ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കും. ദാറ്റ് ഈസ് ΔFH പ്ലസ് ഡെൽറ്റ സബ്ലിമേഷൻ H പ്ലസ് ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ലാറ്റിസ് എൻതാൽപ്പി. അതൊരു സൈക്കിളായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ ഒരു സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ബോൺ ഹേബർ സൈക്കിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഡിയം ക്ലോറൈഡ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, സോ ഓരോ പ്രോസസ്സായിട്ട് എഴുതുക, അതൊരു സൈക്കിളായിട്ട് എഴുതുക. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി നീഡ്, ലാറ്റിസ് എൻതാൽപ്പി, ആൻഡ് വി ഹാവ് ദീസ് ഓൾ തിങ്സ്. ഇതിനെല്ലാം ഒരു സൈക്കിൾ പോലെ എഴുതിക്കൊണ്ട് വരിക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഈ 5 എണ്ണവും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഈ 5 എണ്ണവും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോഴത്തേക്കും സാധനമായി. ദിസ് ഈസ് ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ വളരെ സിമ്പിളാണ്. പല കുട്ടികളും വിട്ടിട്ട് പോകുന്നത് കാണാം. വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് വെരി വെരി സിമ്പിൾ. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം ബോണ്ട് എൻതാൽപ്പീസ് ആൻഡ് റിയാക്ഷൻ എൻതാൽപ്പി ആണ്. ഓക്കെ, സോ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ടുണ്ടല്ലോ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ റിയാക്ടൻസിന്റെ ബോണ്ട് എൻതാൽപ്പികൾ തമ്മിൽ കൂട്ടിയിട്ടേ അതിനകത്തുനിന്ന് പ്രോഡക്ട്സിന്റെ ബോണ്ട് എൻതാൽപ്പിയെ മൈനസ് ചെയ്താൽ മതി. സോ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിമെമ്പർ ഇറ്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിഗ്മ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് ചെയ്താൽ മതി. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ, ആ ഇക്വേഷൻ അങ്ങ് കാണാണ്ട് പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്. നിങ്ങൾക്ക് ആദ്യത്തെ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ദാറ്റ് സ്പോണ്ടേനിറ്റി അല്ലേ? സോ സ്പോണ്ടേനിറ്റി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ പടത്തിൽ കാണാം കുറേ ഉരുളൻ കല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ആരെങ്കിലും തള്ളിയിട്ടിട്ടാണോ? അല്ല, അത് തന്നെത്താനെ വരുന്നതാ അല്ലേ? അതേസമയം മുകളിൽ നിന്ന് അതിനെ പൊക്കി അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ നിന്ന് അതിനെ പൊക്കി മുകളിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഫോഴ്സ് പ്രയോഗിക്കണം അല്ലേ? സോ ദോസ് റിയാക്ഷൻസ് ലൈക്ക് ദിസ് which do not need any kind of external pressure is called a spontaneous reaction. So spontaneous reaction endana? Any reaction which happens by its own is called a spontaneous reaction, or we can say it is an irreversible reaction that happens by
It's on. Spontaneous reaction is an irreversible reaction and it can be reversed only by applying a force. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്. ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമുക്ക് പല 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 തെർമോഡൈനാമിക് ടേംസും വേണ്ടി വന്നത്. ആൻഡ് ഡെൽറ്റ എച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ ശ്രമിച്ചു, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ച് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. കൺസെപ്റ്റ് വളരെ സിമ്പിളായിരുന്നു. അവരുടെ കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു: എനർജി കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. എനർജി കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, സോ സിസ്റ്റം ട്രൈ ടു റെഡ്യൂസ് എനർജി. സിസ്റ്റം എനർജി എന്ത് ചെയ്യാൻ ശ്രമിക്കും, റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. എനർജി റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഹീറ്റ് റിലീസ് ചെയ്യുക. ഹീറ്റ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. സോ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക്, അല്ലെങ്കിൽ എൻതാൽപ്പിയെ റിലീസ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. എനർജിയെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയെ റിലീസ് ചെയ്യുക. എൻതാൽപ്പിയെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്. സോ ആദ്യ കാലഘട്ടത്തിൽ ഇനിഷ്യലി പറഞ്ഞു എൻതാൽപ്പിയെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന്, സ്പോണ്ടേനിയസ് ആണെന്ന്. പക്ഷെ അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ്സ് ലിക്വിഡ് ആവുന്നത് നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല, അത് സ്വയം ചെയ്യുന്നതാണല്ലേ. പക്ഷെ ഐസ് ക്യൂബ്സ് ലിക്വിഡ് ആവുന്നത് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഇത് എന്ത് പ്രോസസ്സാണിത്, ഇത് എൻഡോതെർമിക് പ്രോസസ്സാണ്. സോ ദിസ് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ് വിച്ച് ഈസ് സ്പോണ്ടേനിയസ്. സോ എക്സോതെർമിക് ആണ് സ്പോണ്ടേനിയസ് എന്നൊരു നമ്മൾ കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ, ശരിയാവില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഡെൽറ്റ എച്ചിന് ഒറ്റയ്ക്ക് സ്പോണ്ടേനിറ്റി എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മുടെ ഡെൽറ്റ എച്ചിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് പറ്റാഞ്ഞത്, എക്സോതെർമിക്ക് മാത്രം സ്പോണ്ടേനിയസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് ഒക്കെ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് അല്ലാണ്ടായി മാറും. അത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓക്കെ, സോ to explain spontaneity, to predict spontaneity, we need some other factors, other terms. എൻതാൽപ്പിയെ കൊണ്ടും സാധിക്കില്ല. അങ്ങനെ വന്ന അടുത്ത ടേം ആണ് എൻട്രോപ്പി. എൻട്രോപ്പി കൺസെപ്റ്റ് ഭയങ്കര രസകരമായൊരു കൺസെപ്റ്റാണ്. എൻട്രോപ്പി മീൻസ് റാൻഡംനെസ്, ഡിസോർഡർ. ഇതാണ് എൻട്രോപ്പി. എഴുതി കാണിച്ചതുപോലെ തന്നെയാണ്. ഒരു ഓർഡറിൽ, നല്ല ഓർഡറിൽ വന്നിട്ട് ടക്കടക്കാന്ന് ഷട്ടേർഡായി പോയിട്ട് കണ്ടോ, അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്നത് യാതൊരു ഓർഡറും ഇല്ലാത്ത ഒരു സാധനമാണ് എൻട്രോപ്പി. Disorder or entropy can be defined as the measure of randomness of a system. ഒരു സിസ്റ്റത്തിന്റെ റാൻഡംനെസ്സിന്റെ മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. സോ എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. സിസ്റ്റം എത്രത്തോളം ഡിസോർഡേഡ് ആണ്, അതാണ് എൻട്രോപ്പി. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്കൊക്കെ എന്താണ് ഇഷ്ടം, എൻട്രോപ്പി കൂടുന്നതാണ് ഇഷ്ടം അല്ലേ, ഡിസോർഡർ കൂടുന്നതാണ് നമ്മുടെ സന്തോഷം. സോ സിസ്റ്റത്തിനും അങ്ങനെയാണ്, സിസ്റ്റത്തിനും എൻട്രോപ്പി കൂട്ടണം. ഓക്കെ, സോ വെനെവർ ഡെൽറ്റ എസ് വാല്യൂ ഈസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. റിയാക്ഷൻ എന്തായിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രോപ്പി കുറഞ്ഞ സിസ്റ്റമാണ്. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൻട്രോപ്പി കൂടിയ സിസ്റ്റമാണ്. സോ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് പോകുക എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. കാരണം എന്താണ്, അവിടെ റാൻഡംനെസ്, എൻട്രോപ്പി കൂടുകയാണ്. സോ എൻട്രോപ്പി കൂടിയാൽ റിയാക്ഷൻ എന്തായിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. ദാറ്റ് വാസ് അവർ കൺസെപ്റ്റ്. സോ വെൻ ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്, reaction is spontaneous, and that's why this endothermic process of melting of ice is a spontaneous process എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? And of course entropy equation എന്ന് പറയുന്നത്, entropy is directly proportional to Q and entropy is inversely proportional to temperature, and clubbing the two we can get entropy is equal to Q reversible by T. Okay, and when the system is in equilibrium, change in entropy is equal to 0. ഇത്രയും കാര്യങ്ങൾ എൻട്രോപ്പിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി അറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് എൻട്രോപ്പിക്കും ഒറ്റയ്ക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ദ എൻട്രോപ്പി ഫാക്ടർ ആൻഡ് ദ എൻതാൽപ്പി ഫാക്ടർ alone cannot predict this spontaneity concept. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ ഫാക്ടറിനെ കൊണ്ടുവന്നു. അയാളുടെ പേരായിരുന്നു
ഗിബ്സ് ഫ്രീ എനർജി. അയാളുടെ പേരെന്തായിരുന്നു? ഗിബ്സ് ഫ്രീ എനർജി. സോ ഗിബ്സ് ഫ്രീ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് as the useful work done. Gibbs free energy നമുക്ക് എന്ത് പറയാം? It is the useful work done by the system. System ചെയ്ത യൂസ്ഫുൾ വർക്കിന്റെ പേരാണ് എന്ത്? ഗിബ്സ് ഫ്രീ എനർജി. And Gibbs free energy is actually a club of enthalpy and entropy. Enthalpyയുടെയും എൻട്രോപ്പിയുടെയും ഒരു ക്ലബ് ആയിരുന്നു ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് ഇൻ ഫാക്ട് വൺ ഓഫ് ദ വെരി ഫേമസ് ഇക്വേഷൻസ് ഓഫ് കെമിസ്ട്രി. ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കലുണ്ട് പരീക്ഷയ്ക്ക്. സോ പഠിച്ചു വെക്കുക. ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഗിബ്സ് ഇക്വേഷൻ. ഇതിനെ ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഈസ് കോൾഡ് the equation, Gibbs equation, and this is a very famous equation in chemistry. Okay, so yeah, thank you. Yeah, so according to, in terms of delta G, നമ്മൾ പറഞ്ഞു when delta G is less than 0, that is when delta G is negative, it is a spontaneous process. Process എന്താണ്? Spontaneous ആണ്. So when delta G is negative, process എന്താണ്? Spontaneous ആണ്. When delta G equal to 0, the system is in equilibrium. delta G 0 ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആൻഡ് വെൻ ഡെൽറ്റ ജി ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ ജി 0ത്തേക്കാൾ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ വിൽ ബി, അല്ലെങ്കിൽ ദ പ്രോസസ് വിൽ ബി നോൺ സ്പോണ്ടേനിയസ്. സോ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കണം? ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം. സോ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജി എക്സ്പ്ലെയിൻ ദ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? ഡെൽറ്റ ജി നെഗറ്റീവ്, spontaneous. Delta G 0, equilibrium condition. Delta G greater than 0, non-spontaneous. സെറ്റ് ആണല്ലോ. അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് വെച്ചിട്ടും നിങ്ങൾക്കത് പറയാം. ഡെൽറ്റ എസിന്റെ ടേംസിലാണെങ്കിലോ ഡെൽറ്റ എസ് പോസിറ്റീവ് spontaneous, delta S 0 equilibrium, delta S negative non spontaneous. Delta H ന്റെ ടേംസിലാണെങ്കിലോ എഴുതിയെടുത്തോണേ, ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാ. എന്നാലും ഡെൽറ്റ എച്ചിന്റെ ടേംസിലാണെങ്കിലോ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് spontaneous, delta S negative non spontaneous. Then delta G negative spontaneous, delta G positive non spontaneous. Okay, ഓരോന്നിൻ്റെ ടേംസിലാ ചോദിക്കുന്നതെങ്കിലാണ് കേട്ടോ ഇങ്ങനെ. ഇനി ക്ലബ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. Next is the relationship between delta G 0 and RT ln K. Relationship between delta G, Gibbs free energy and equilibrium constant. So the equation delta G 0 is equal to minus RT ln K അല്ലെങ്കിൽ minus 2.303 RT log K. ഓക്കെ, ഈ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ചെയ്യുമ്പോൾ ഓർക്കുക, കെയുടെ വാല്യൂ ഇസ് ഓൾവേസ് ഇൻ 8. ആറിൻ്റെ വാല്യൂ ഇസ് ഓൾവേസ് ഇൻ 8.31 ജൂൾസ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇതാണ് കേട്ടോ ഈ ഒരു ടേബിൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ബാക്കിൽ കിടക്കുന്ന ടേബിളാണ്. ഈ ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്തിരിക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ടി ഡെൽറ്റ എസ് പോസിറ്റീവ്. സോ നിങ്ങൾക്കറിയാം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. സോ ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് വരുന്നു, ഡെൽറ്റ എച്ച് എന്ത് വരുന്നു? നെഗറ്റീവ് വരുന്നു. ഡെൽറ്റ എസ് എന്ത് വരുന്നു? പോസിറ്റീവ് വരുന്നു. അതായത് ഇവിടെ നെഗറ്റീവ് അങ്ങനെ തന്നെ നിൽക്കും. സോ എങ്ങനെ നോക്കിയാലും ഡെൽറ്റ ജി എന്തായിരിക്കും? ഡെൽറ്റ ജി ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആയിരിക്കും. സോ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആയിരിക്കും, കാരണം ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ വെൻ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്, എല്ലാ ടെമ്പറേച്ചറിലും റിയാക്ഷൻ സ്പോണ്ടേനിയസ്. പക്ഷേ ഇത് നോക്കിക്കേ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ്. പക്ഷേ ഡെൽറ്റ എസ് ഇവിടെ എന്തായി? നെഗറ്റീവായി. ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ
ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, പ്രശ്നമില്ല. പക്ഷെ ഡെൽറ്റ എസ് നെഗറ്റീവ് വന്നപ്പോൾ നോക്കിയ മക്കളെ ഇവിടെ പോസിറ്റീവ് വരും. ഓക്കെ, ഇനി എപ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുക? ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ അല്ലേ? ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ആയാലേ ഇനി ഇവിടെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവൂ. സോ ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കണം? ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കണം. ഓക്കെ, സോ റിയാക്ഷൻ ഈ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. പക്ഷെ ഈ റിയാക്ഷനിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താലോ അതെന്തായി മാറും? നോൺ സ്പോണ്ടേനിയസ് ആയി മാറും. ഓക്കെ, ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ആണെങ്കിലേ നമുക്ക് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആക്കി എടുക്കാൻ പറ്റൂ. സോ ടെമ്പറേച്ചറിന്റെ വില കുറഞ്ഞിരുന്നാലേ സ്പോണ്ടേനിയസ് ആവൂ, കൂടിയാൽ നോൺ സ്പോണ്ടേനിയസ് ആവും. അടുത്തത് നോക്കിക്കേ, ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അതായത് നോക്കിക്കേ, റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ഒൺലി വെൻ, ഞാൻ ആ പൊക്കത്തെ തൂത്തോട്ടെ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ഇത് പറയണം, മനസ്സിലാവുന്നില്ല ചോദിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ഒൺലി വെൻ ഡെൽറ്റ എച്ച് ഈസ് ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് എപ്പോഴാണ് ടി ഡെൽറ്റ എസിനൊക്കെ കുറവാവുക? ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുമ്പോൾ. സോ ഈ റിയാക്ഷൻ വെൻ ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്, ഈ കണ്ടീഷനിൽ വെരി ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതേസമയം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ഈസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ്, സോറി പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. ഇൻ ദിസ് കണ്ടീഷൻ ഏത് ടെമ്പറേച്ചറിൽ എടുത്താലും റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മൈനസ് വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് വരും. സോ രണ്ട് പോസിറ്റീവ് സംഖ്യകളെ തമ്മിൽ കൂട്ടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടുള്ളൂ. സോ റിയാക്ഷൻ എല്ലായ്പ്പോഴും നോൺ സ്പോണ്ടേനിയസ്. സെറ്റാണോ? ഓക്കെ ആണല്ലോടാ? ഈ ടേബിൾ മനസ്സിലാക്കണം. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. 1-2 പ്രോബ്ലംസ് ഞാനിപ്പോൾ ഇവിടെ പറയാം, ഷെയർ ചെയ്യാം. ഓക്കെ, സോ ചാപ്റ്റർ തീർന്നു. ഇതാണ്, ദിസ് ഇസ് ദ ലാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ദ ചാപ്റ്റർ, ദാറ്റ് ഈസ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ആയിരുന്നു ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കൺസെപ്റ്റ്. നമുക്കിനി ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചടോന്നും പറഞ്ഞൊന്ന് നോക്കിയിട്ട് പോവാം. So first question വായിച്ചേ. Some macroscopic properties are given below. Help Preena to classify them into 2 groups under suitable titles. Okay, ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ ആക്ച്വലി എക്സ്റ്റെൻസീവ് ആണോ, എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണോ, ഇൻറ്റൻസീവ് ആണോ? നമ്മൾ കണ്ടായിരുന്നു. എക്സ്റ്റെൻസീവ് ആണോ, ഇൻറ്റൻസീവ് ആണോ? വെരി ഗുഡ്, ഹീറ്റ് കപ്പാസിറ്റി കംസ് അണ്ടർ എക്സ്റ്റെൻസീവ്. എൻട്രോപ്പി എക്സ്റ്റെൻസീവ് ആണോ, ഇൻറ്റൻസീവ് ആണോ? എക്സ്റ്റെൻസീവ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റൻസീവ്. സർഫസ് ടെൻഷൻ ഇൻറ്റൻസീവ്. സോ ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി ആർ എക്സ്റ്റെൻസീവ്, while refractive index and surface tension are intensive properties. So ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ് എക്സാമ്പിൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ 2 മാർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഫോർ എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഫ്രീ എനർജി ചേഞ്ച്. നമ്മൾ നോക്കിയായിരുന്നു. എന്തായിരുന്നു? ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, yes. Sheetal, thank you so much. Our second law of thermodynamics is very important, Sheetal. Yes, very good. Our teacher ഒന്ന് വിട്ടുപോയതാണ്, and thank you so much for that. ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അവൾ ചോദിച്ച സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ശീതള് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ മാത്രമല്ല തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഉണ്ട്. ഇത് രണ്ടും ഞാൻ പറയാനായിട്ട് മറന്നുപോയതാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇൻഫാക്ട് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സാധനം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻട്രോപ്പി ഷുഡ് ഇൻക്രീസ്.
ഓക്കെ, ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ്, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻട്രോപ്പി ഓഫ് ദ റിയാക്ഷൻ ഷുഡ് ഇൻക്രീസ്, ഓക്കെ എന്നതാണ് എന്ത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ ശീതൾ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, then third law of thermodynamics ഉണ്ട് കേട്ടോടാ. third law of thermodynamics state that at absolute temperature, third law പറയുന്നത് at absolute temperature entropy എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ in other words we can say that at absolute temperature every body will be in its crystalline state. Okay, അതാണ് third law of thermodynamics പറയുന്നത്. Okay, so third law of thermodynamics states that at absolute temperature entropy is 0, or in other words every system is in its crystalline state. Okay, so second law യും third law യും okay ആണല്ലോടാ ശീതൾ. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല മക്കളെ, നമുക്ക് സെക്കൻഡ് ലോയ്ക്കാണേലും സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് വരിക. ഓക്കെ, സോ സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. എന്താണ്? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്. ഓക്കെ, ഓക്കേടാ. സോ ഈ ക്വസ്റ്റ്യൻ give the criteria for spontaneity of a process. നമ്മൾ പറഞ്ഞു delta G is equal to negative. Second, exothermic reactions are associated with a decrease in entropy, are spontaneous at lower temperature. Justify the basis with the Gibbs equation. So Gibbs equation എഴുതണം. അത് ചെയ്യാനായിട്ട് delta G is equal to delta H minus T delta S. Okay, സോ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം എന്ന് നമുക്കറിയാം. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെൽറ്റ എച്ച് എന്തായി? ഡെൽറ്റ എച്ച് നെഗറ്റീവായി. ഓക്കെ, ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? പ്ലസ് ടി ഡെൽറ്റ എസ് എന്ന് വരും. സോ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. അറ്റ് എക്സോതെർമിക് റിയാക്ഷൻസ് വിത്ത് എ ഡിക്രീസ് ഇൻ ഡെൽറ്റ എസ്, ഗിബ്സ് എന്താ പറയുക, ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. സോ ഈ കണ്ടീഷനിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ആൻഡ് ഡെൽറ്റ എച്ച് എപ്പോഴാണ് ടി ഡെൽറ്റ എസിനൊക്കെ കൂടുതലാവുക? ടെമ്പറേച്ചർ കുറവായിരിക്കുമ്പോൾ. സോ അതുകൊണ്ടാണ് എക്സോതെർമിക് റിയാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആർ സ്പോണ്ടേനിയസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി വാക്കാലയും കൂടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെറ്റാണ്. ഓക്കെ, 3 മാർക്കിലൊക്കെ ആയിരിക്കും അത് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു 2 പ്രോബ്ലം കൂടി ഉണ്ട്. 2 പ്രോബ്ലത്തോടു കൂടി നമ്മുടെ ഇത് തീരും, വൈൻഡപ്പ് ചെയ്യും. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഈസ് 5. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി 0? ഇവിടെ പറഞ്ഞു കേട്ടോ, ഡെൽറ്റ ജി 0. ഡെൽറ്റ ജി 0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ക്യാൻ യു ഐഡന്റിഫൈ ദ ഇക്വേഷൻ? പറ. ഡെൽറ്റ ജി 0 is equal to minus 2.303 RT log K. Okay, just put in this particular equation and find it. Direct question. Okay, ശരി. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. ഫോർ ദ റിയാക്ഷൻ ഓഫ് അയൺ, റിയാക്ഷൻ തന്നിട്ടുണ്ട്, എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ദ നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് എന്നാണ് പറയണേ. ഓക്കെ, എൻട്രോപ്പി നെഗറ്റീവ് ആണെങ്കിലും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഡെൽറ്റ ജി ബൈ പുട്ടിങ് വാല്യൂസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് -1648 ഇൻറ്റു 10⁻³ ആണെന്ന് തന്നിട്ടുണ്ട്. 10⁻³ പ്ലസ് വരും അല്ലേ? ഡെൽറ്റ എസ് മൈനസ് ആയതുകൊണ്ട് തടുക്ക് പ്ലസ് വരും. ടെമ്പറേച്ചർ എത്രയാണ്? 298 കെൽവിൻ ഇൻറ്റു 549.4 എന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടി ഡെൽറ്റ എസിന്റെ വാല്യൂ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ വാല്യൂ ലെസ് ദാൻ ദിസ്. ഓക്കെ, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ ഒബ്വിയസ്ലി നെഗറ്റീവ് സൈൻ വലുതായതുകൊണ്ട് നിങ്ങൾക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് കിട്ടും. വെൻ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഓക്കെ, അങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സെറ്റ് ആണോടാ മക്കളെ?
സോ ദിസ് ഈസ് വാട്ട് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഹെസ്സസ് ലോയുടെ പ്രോബ്ലംസ് ചോദിക്കും. എൻതാൽപ്പിയുടെ കാൽക്കുലേഷൻ, എൻട്രോപ്പിയുടെ കാൽക്കുലേഷൻ, ഇന്റേണൽ എനർജി കാൽക്കുലേഷൻ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാം പഠിച്ചിട്ട് വരിക, പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ patient listening. So next class we will meet again with organic chemistry. Okay, so thank you so much for your patient listening my dear students. Thank you.